ഇയ്യോബ് അദ്ധ്യായം 37. ഇതിനാൽ അവൻ്റെ ഹൃദയം ഇളകട്ടെ, അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകട്ടെ. ക്രോധത്തിൽ അവൻ്റെ ശബ്ദവും അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വിധിയും ശ്രദ്ധിച്ചു കേൾപ്പിൻ. ആകാശത്തിൻ കീഴുള്ളവരെല്ലാം അവനെ സ്തുതിക്കും. അവൻ്റെ പ്രകാശമോ ഭൂസീമകളോളം. തൻ്റെ മഹത്വത്തിൽ ശബ്ദം കൊണ്ട് തൻ്റെ സ്ഥാനത്ത് അവൻ ഇടിമുഴക്കും. നമുക്കത് പരിശോധിക്കാവതല്ല. അവർ അവൻ്റെ ശബ്ദം കേൾക്കും. ദൈവം തൻ്റെ ശബ്ദത്താൽ ഇടിമുഴക്കും. അവൻ അത്ഭുതങ്ങളും വൻകാര്യങ്ങളും ചെയ്യുന്നു. നമുക്കവ ഗ്രഹിക്കാവുന്നതല്ല. എന്തെന്നാൽ അവൻ മഞ്ഞിനോട് ഭൂമിയിൽ ചെയ്യുക എന്ന് പറയുന്നു. എല്ലാവർക്കുമായി മഴയെയും പിന്മഴയെയും അവൻ മുദ്രയിട്ടിരിക്കുന്നു. അവൻ തൻ്റെ പ്രവർത്തനങ്ങൾ എന്നേക്കും അറിയിക്കും. വന്യമൃഗം കെണിയിൽപ്പെടും, അതിൻ്റെ ഗുഹയിൽ കിടക്കും. അറകളിൽ നിന്ന് ചുഴലിക്കാറ്റും ചിതറിയിരിക്കുന്ന കാറ്റിൽ നിന്ന് കുളിരും വരും. ദൈവനിശ്വാസം മൂലം ഹിമകണവും വരും. അവൻ ധാരാളമായി വെള്ളം വീഴ്ത്തുന്നു, മേഘങ്ങളെ മൃദുലമായി ഇറക്കുന്നു. അവൻ്റെ പ്രകാശമേഘങ്ങളെ വ്യാപിപ്പിക്കുന്നു. അവൻ്റെ ചിന്തകളെല്ലാം നിർവഹിക്കുവാൻ അവ ചുറ്റി സഞ്ചരിച്ചു പ്രവർത്തിക്കുന്നു. അവൻ കൽപ്പിക്കുന്നതെല്ലാം ഭൂതലത്തിൽ അധികാരികൾക്കാകട്ടെ ഭൂമിക്കാകട്ടെ അതിൽ ദൃശ്യമാകുന്ന നിന്ദയ്ക്കാകട്ടെ അത് വരുത്തുന്നു. ഇയ്യോബേ, ഇത് ശ്രദ്ധിച്ചു കേട്ടാലും ദൈവത്തിൻ്റെ അത്ഭുതം മനസ്സിലാക്കുക. ദൈവം അവയുടെ മേൽ നിശ്ചയിച്ചതും തൻ്റെ മേഘങ്ങളുടെ ശോഭ കാണിച്ചതും എങ്ങനെയെന്ന് നിനക്കറിയാമോ? മേഘങ്ങളുടെ ചലനവും വിജ്ഞാനത്തിൽ കളങ്കമില്ലാത്തവൻ്റെ അത്ഭുതങ്ങളും നിനക്കറിയാമോ? ഭൂമിയിൽ നിന്ന് തെക്കൻ കാറ്റ് മാറുമ്പോൾ നിന്റെ വസ്ത്രങ്ങൾക്ക് ചൂടുപിടിക്കും. ശക്തമായ ആകാശവിതാനത്തെ ഒരുമിച്ച് താങ്ങി നിർത്തുവാനായി അവനോടുകൂടി നിനക്ക് അതിനെ വിവരിക്കാമോ? ഞാൻ അവനോട് എന്ത് പറയണമെന്ന് നീ എന്നെ അറിയിച്ചാലും അന്ധകാരത്താൽ ഞങ്ങൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അവൻ പറയുന്നത് ഞാൻ ബോധിപ്പിക്കാം. അവൻ സംസാരിച്ചാൽ മനുഷ്യൻ കുറ്റക്കാരനാകും. ഇപ്പോൾ അവർ പ്രകാശം ദർശിച്ചില്ല. അവൻ ആകാശത്തിൽ പ്രശോദിച്ചിരിക്കുന്നു. കാറ്റടിച്ച് മേഘങ്ങളെ മാറ്റും. ഉത്തരദിക്കിൽ നിന്ന് സ്വർണം വരും. ദൈവത്തിങ്കൽ നിന്ന് ശക്തമായ പ്രകാശവും. അവൻ അതിശക്തനും ന്യായാധിപനുമാകുന്നു. ദൈവത്തിങ്കൽ നിന്ന് ശക്തമായ പ്രകാശവും. അവൻ അതിശക്തനും ന്യായാധിപനുമാകുന്നു. കുറ്റമറ്റവരെന്ന് ഭാവിക്കുന്നവരോട് താൻ ഉത്തരമരുളുകയില്ല. ആകയാൽ മനുഷ്യർ തന്നെ ഭയപ്പെടും. ഹൃദയ വിജ്ഞാനമുള്ളവരെല്ലാം അവൻ്റെ സന്നിധിയിൽ വിറയലോടെ നിൽക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.